ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വേറൊരു ആംഗിളിലാണ്. അതേസമയം ശ്രീ MK രാഘവൻ്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഈ ചാണ്ടി ഉമ്മനുമായിട്ട് നേരിട്ട് സംസാരിക്കുമോ സാർ ഈ കാര്യത്തിൽ? അത് നോക്കട്ടെ. ഞങ്ങൾ സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് കൊണ്ടത് അവസാനിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാണരുത്. MK രാഘവൻ്റെ കേസിനകത്ത് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ളൊരു ആക്ഷേപമാണത്. അത് സ്വാഭാവികമായിട്ടും പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ വിഷമാണ്. ഞാൻ ആ ഡീറ്റെയിൽസ് എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അവമാനിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായും ഒരു സംസ്കാര സമ്പന്നമായും ഒരു പെരുമാറ്റ രീതി വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ ലംഘനം ഒരിക്കലും ഉണ്ടാകരുത്. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു നടപടിക്രമമുണ്ട്. അതിനകത്ത് ആ ഒരു ഉയർന്ന നിലപാടെടുത്താൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഒരു ഉയർന്ന നിലപാടുണ്ടാകണം. പാർട്ടിക്കകത്തെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കിട്ടുന്നൊരു സന്ദർഭം എന്നുള്ള നിലയിൽ അതിനെ എടുക്കരുത്. മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ആളിനെ പകരം പ്രാപ്തമായ രൂപത്തിലുള്ള ആളിനെ വെക്കുന്നു എന്നുള്ളതാണ്. അത് പറ്റാതെ വരുമ്പോഴാണ് തർക്കങ്ങൾ വരുന്നത്. ആ തർക്കങ്ങൾ വരാതെ തന്നെ കൊണ്ടുപോകണം. പുനഃസംഘടന എന്ന് പറയുന്നത് പിക്ക് ആൻഡ് ചൂസാണ്. മറ്റ് തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നവർ ജയിക്കും, ഭൂരിപക്ഷം ഇല്ലാത്ത ആളുകൾ പരാജയപ്പെടും. പക്ഷേ പുനഃസംഘടന എന്ന് പറയുമ്പോൾ അതല്ല. ആ തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ ചിന്തയാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അത് ജസ്റ്റിഫയബിളായിട്ടുള്ള രൂപത്തിൽ ജുഡീഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ ആ പുനഃസംഘടന കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ അതിനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതെല്ലാം വിഷമങ്ങളിൽ ചെന്നെത്തും എന്നാണ് എൻ്റെ വിശ്വാസം.